അമ്മ കറി എന്തുണ്ട്? നല്ല അരി തന്നെ. ഓ അച്ഛൻ പേപ്പർ വായിക്കേന്ന്. എന്ത് മഴ പെയ്തിനച്ഛല്ലേ? നല്ല മഴ തന്നെ പെയ്തത് മോളെ. തണുപ്പ് പിടിച്ചു. അച്ഛനും നീ തണുപ്പിന് പുറത്തുവന്നിരിക്കുന്ന ഉള്ളിലിരുന്നൂടെ? ഞാൻ പത്രം വായിക്കാൻ ഇരുന്നതോന്നപ്പാ. ഞാൻ രണ്ട് താഴ്ന്ന വളരെ ഇരുന്നുണ്ട്. ഇന്നലെ രണ്ടു വട്ടം തൈരാടെ കൊണ്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞ എരിഞ്ഞൂടെ എന്നോടത് ചോദിക്കുന്നേ? അച്ഛനോട് ചോദിക്കാണ്ട് അരിയാൻ കഴിയച്ചാ. ഞാൻ പോയിട്ട് 2-3 അരിയിട്ട് 3 ദിവസം അടുപ്പിച്ചിട്ട് തൈര് കൊണ്ടുവന്നു. വിളിച്ചു വെച്ചിട്ടില്ല. അതിൽ മുനിക്കല് ഇന്നും വെച്ചിട്ടേ പിന്നെ ഇന്നും കൊണ്ടുവരും വേണമെങ്കിൽ. പുളിശ്ശേരി വെക്കാൻ സമയം കിട്ടണ്ടേ? നല്ല തന്നെ മഴക്കാലത്ത് പുളിശ്ശേരി വെക്കാൻ. തോട്ടിന്ന് കഴുകാൻ വെച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ വലിയ മലവെള്ളം വന്നിനി. എന്ത് മഴ ഇന്ന് പെയ്തിനി. ഓ ഇന്ന് ഒന്നും ഉണങ്ങുകയും ചെയ്യില്ല. ഇത്ര ഉണങ്ങാനില്ലത്. വെള്ളം മാറി കടന്നുറങ്ങുന്നുണ്ട്. ഇനി എണീറ്റ് ഇന്ന് ഉപ്പൊളിപ്പുണ്ടല്ലോ. നമ്മയും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ഇപ്പൊ മൂടി കുറച്ച് കടന്നുറങ്ങും. എനിക്ക് ചായ ഒന്നും വേണ്ട അമ്മ. സമയം ഇപ്പൊ 9 മണീന്റെ അടുത്തായല്ല. മാവല്ലേ മഴ പെയ്തപ്പാ അതിനെ കിട്ടിട്ടാ. മീനെല്ലാം കുറവല്ലേ? 150 മീനാണ്. നല്ല കാറ്റും മഴയുള്ള സമയത്ത് ആരാ കടലിൽ പോലെ അതല്ലേ ഈ മീനെല്ലാം വില കൂടുന്നേ. നിങ്ങളെ പോലെ ഇല്ല ഒരിക്കലും മീനില്ലാണ്ടാവുക. അയില നല്ല അയില തന്നെ അല്ലേ? 4 ഇല്ലേ? എടുത്ത് വെച്ച എത്ര ഞാൻ നോക്കിട്ടാ. 4 ഉണ്ട്. വെള്ളരിക്ക കഴിക്കുന്നുണ്ടാ? ഇതെന്നാന്ന് വെള്ളരിക്കക്ക് എന്നാന്ന് സംഭവം എന്ന് അറിയില്ലതാ. പെക്കുന്നതാണോ? അല്ല പെട്ടതല്ല. അച്ഛൻ വന്നിട്ട് രാവിലെ എന്ത് മഴയാ പെയ്തത്. അച്ഛൻ മഴയത്തൊന്നും ഇങ്ങോട്ടല്ല. ഞാൻ അങ്ങോട്ട് പോയി. അന്നേരം അവിടെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മേനെ കണ്ടിട്ടില്ലേ? അമ്മ കിടന്നുറങ്ങുന്നുണ്ടോ? തണുപ്പല്ലേ? തണുപ്പത്ത് പുറത്ത് നിൽക്കാൻ വേണ്ടിപ്പോ നല്ല തണുപ്പല്ലേ? അപ്പൊ നമ്മുടെ അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 2 ചെറിയ വെളുത്തുള്ളി, കുറച്ച് മഞ്ഞപ്പൊടിയേ. ഇത് നല്ല വൃത്തി ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ ചേമ്പിൻ്റെ പോളിയും അതുപോലെ തന്നെ നമ്മളെ വെള്ളരിക്കും ഉപ്പും ചേർത്തിട്ട് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് അരപ്പിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് വേവിട്ടെ. അപ്പോൾ അരപ്പും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക. തീ കുറക്കുക.
ചെറുങ്ങനെ ഒന്ന് ചൂടായിട്ട് എടുത്ത് വെക്കട്ടോ. ഇളക്കത് പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെ എടുത്ത് വെക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി വറുത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഉലുവീട്, വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി ആരാക്കണ്ട്? അപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ മീൻകറി ഞാനാക്കാം. അപ്പോൾ മീനിടെ നമ്മുടെ അയിലയുടെ നല്ല വൃത്തി മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന നമ്മുടെ പൊടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും രണ്ടും മിക്സാണ് കേട്ടോ, കാശ്മീരി മറ്റേതും. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകൾ ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ടേ. എന്നാൽ പിന്നെ മീൻകറി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയിൽ മൂത്തിട്ട് അടുത്ത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 പച്ചമുളക് വെച്ചു. ഒരു 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ടേ. അപ്പോൾ ഇതിൽ പച്ചമുളക് മാറിട്ട് പച്ചമുളക് വേണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് നമ്മുടെ വാളംപുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാണുന്ന കറിവേപ്പിലയാണ്. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാല ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ടാതെ തന്നെ നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മീനും കൂടി ഇട്ട് കൊടുക്കും. ഓക്കെ, വേവ് ഇട്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ ഏകദേശം വെന്തുവേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, 2 തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം റെഡിയായി. കറിവേപ്പിലും കൂടെ അങ്ങനെ നമ്മുടെ അയില മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി അച്ഛനമ്മക്കും കൊണ്ട് കൊടുക്കേ. ലതയുടെ പുളിശ്ശേരി, എൻ്റെ മീൻ കറി. കറി എന്തുണ്ട്? ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ച് കളർ കുറഞ്ഞു പോയി അല്ലേ? കളർ കുറച്ച് കുറഞ്ഞു പോയി. ഞാൻ വെച്ചത്ര നോക്കട്ടെ. അച്ഛനമ്മ ചോറ് വയ്ക്കല. അമ്മ ചോറ് വെച്ചിട്ടല്ല? കറി റെഡി, കറി റെഡി. അമ്മ ഇല്ലാക്കൊക്കെ മതി, ആക്കിക്കോട്ടെ. അമ്മ കറി എന്തുണ്ട്? നല്ല അരി തന്നെ. മീൻ കറി എന്തുണ്ട്? നല്ല രസമുണ്ട്. മീൻ കറി ഞാൻ വെച്ചതാണോ? മത്സ്യം. ആ, നല്ല അയലക്കറി. എരിവ് അധികമൊന്നുമില്ലല്ല? എരിവ് അധികമൊന്നുമില്ലല്ല? ഒന്നുമില്ല. കറി അത്ര എടുത്തിരുന്നു കഴിച്ചോക്കറ. ഉണ്ടാ കറി രസമുണ്ടാ?
എന്നാൽ പിന്നെ ഞാനും കഴിക്കാം. ആദ്യം ഞാൻ വെച്ച കറി തന്നെ ഈ ചാറ് ഒഴിച്ചോട്ടെ. കറി കളർ കുറച്ച് കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ പറയുന്നതല്ലേ. അതേ പുളിശ്ശേരി. എന്താ പുളിശ്ശേരിയൊക്കെ? പുളിശ്ശേരി മോശമൊന്നുമില്ല, പക്ഷേ തൈര് കുറച്ച് ചൂടാക്കില്ലേ നീ? തൈര് ചൂടായിപ്പോയി. ഞാൻ നല്ലോണം തിളച്ചതിന് തൈര് തിളക്കാൻ പാടില്ല. കുഴപ്പമില്ല. പുളിശ്ശേരി കുറച്ച് മീൻ്റെ ചാറും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലൊരു പീസ് എടുക്കാം. കറിയപ്പം വെച്ചിട്ട് ഈ താളിൻ്റെ പോള എങ്ങനെ പറക്കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മറ്റേക്കറി കൂട്ടതാ. ഇത് രാവിലത്തെ കറിയാണ്. ഇത് അത്രമം കൊടുത്തിട്ടോട്ടാ. ചെറുപയറായുണ്ട്, രാവിലത്തെ കറിയായുണ്ട് കൊടുത്തിട്ട. അതാണ് മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വെച്ചോണ്ടല്ല, സംഭവം നല്ല രുചിയുണ്ട്. അത് എൻ്റെ പോലെ പുളിശ്ശേരിയും കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതൊക്കെ പീസ് മുക്കുക. എന്നാൽ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ.